ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം നമ്മൾ സൺഡേ ബ്ലോഗിൻ്റെ ഒരു ചെറിയ റീൽസ് അപ്ലോഡ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാവോ, കുറച്ചധികം സമയം കാണാനാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റിട്ട് അപ്പോൾ ഒന്ന് വീട്ടിൽ ചായ കുടി സ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി രാവിലെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പെരുമ്പാവൂരുള്ള ഒരു തട്ടുകടയിൽ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന് ആയിരുന്നാണ് കേട്ടോ. അപ്പോൾ രാവിലെ അവിടുന്ന് ചായയും കടിയൊക്കെ കഴിച്ചു. അപ്പം മുത്തുമണിക്ക് ഇഷ്ടം പരിപ്പോടിയാണ്. അതപ്പോൾ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വേറെ അവൾക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് പരിപ്പോടി ഇഷ്ടമായതുകൊണ്ട് അവൾ ഇടയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കടിയും ചായയൊക്കെ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം അന്ന് ഞായറാഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നല്ലോ. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ കളിയാക്കി, ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കണമാണോ എന്ന്. നമ്മൾ ഇട ദിവസങ്ങളിലൊക്കെ അങ്ങനെ എല്ലാവരോടും കൂടിയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ വലിയേട്ടനൊക്കെ കൂടി എല്ലാവരോടും കൂടി ചെയ്യാൻ വാന്ന് പറയുമ്പോഴത്തേനും വലിയേട്ടൻ വന്നിട്ട് അത്യാവശ്യം അപ്പോൾ കപ്പ പൊളിക്കാനോ അല്ലെങ്കിൽ സവോള ഉള്ളി അങ്ങനെയുള്ളതൊക്കെ പൊളിച്ചരിഞ്ഞ് തരാനൊക്കെ വലിയേട്ടൻ ചെയ്യുക. ഇനിയിപ്പോൾ അപ്പയാണ് അന്ന് മീൻകറി ഉണ്ടാക്കാൻ ഇഷ്ടമെങ്കിൽ അപ്പോൾ പറയും ഞാനൊന്ന് മീൻകറി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അപ്പ ഉണ്ടാക്കും. അപ്പോൾ അല്ലെങ്കിൽ കപ്പ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അപ്പം ചെയ്യും. അപ്പോൾ അരിഞ്ഞ് ഉറുക്കി കൊടുക്കുന്ന അത് വലിയേട്ടന് ഇഷ്ടമാണ്. അപ്പോൾ വലിയേട്ടൻ അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ പിന്നെ രാവിലെ തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കപ്പയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അത് അപ്പം കൊത്തി നുറുക്കിയെടുത്തു. തൊലിയൊക്കെ കളഞ്ഞിട്ട് വലിയേട്ടൻ കൊടുത്തു. അപ്പോൾ മുത്തുമണി ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്താ സംഭവം എന്നറിയാൻ വന്നത് മുത്തുമണിനെ അപ്പം പറ്റിക്കണാണ് കേട്ടോ, കപ്പൊക്കെ കടിച്ച് കാണിച്ചിട്ട്. അപ്പോൾ അവൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിക്കാൻ അറിയത്തില്ലല്ലോ, വലിയ കഷ്ണമല്ലേ. അപ്പോൾ ചെറുതായിട്ടൊക്കെ കൊടുത്ത് പച്ചക്കപ്പയൊക്കെ കഴിക്കണ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അന്നേരത്തേനും അപ്പോൾ പിന്നെ കപ്പയൊക്കെ കൊത്തി നുറുക്കിയപ്പോഴത്തേനും വലിയേട്ടന് മീൻ കറിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാം കൂടെ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രം. അപ്പോൾ മീൻ കറിക്കുള്ള സംഭവങ്ങളൊക്കെ വലിയേട്ടൻ അരിഞ്ഞ് റെഡിയാക്കി എടുത്തു. അന്നേരത്തേനും നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഇളനീരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇളനീരിൻ്റെ ഒരു ജ്യൂസും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വലിയേട്ടൻ പെട്ടെന്ന് തന്നെ ഇളനീരിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാൻ പോയി. അപ്പോൾ നമ്മുടെ മുത്തോണി ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ അടുക്കളയിൽ ഇങ്ങനെ ഓരോ പണതിൻ്റെ ഇടയ്ക്ക് അവൾ നടപ്പുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞേട്ടനെ ഏൽപ്പിച്ചിട്ട് അവളെ. അപ്പോൾ അവർ രണ്ടും കൂടെ കൂടിയിട്ട് പിന്നെ മൊബൈൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൊബൈലിൽ കാണിക്കരുതെന്ന് കുറേ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് TV ഇല്ല, അതുകൊണ്ടാണ് അവർ മൊബൈലിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അവരവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്, വഴക്കുണ്ടാക്കി വീണ്ടും അടുക്കളയിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് അവരെ കാണിക്കാത്തത്. അങ്ങനെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന നമ്മുടെ ഇളനീര് കൊണ്ട് വലിയേട്ടൻ പെട്ടെന്ന് തന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കി. ഇത് അടിപൊളിയാണ് കേട്ടോ. കാരണം നമുക്ക് പുറത്ത് പോയിട്ട് ആളാം വീതം ഓരോ ഇളനീര് വാങ്ങിക്കണമെങ്കിൽ ഒരെണ്ണത്തിന് 55 രൂപ കണ്ടാണ് ഇവിടുത്തെ വില എന്ന് തോന്നണം കേട്ടോ. അപ്പോൾ അത് മുതലാകില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഷെയ്ക്ക് പോലെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഷെയ്ക്കിലൊരു ജ്യൂസ് പരുവത്തിലാക്കി കുടിക്കാൻ പാകത്തിനാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. നല്ല അടിപൊളിയാണെന്ന് നല്ല ഈ ഒരു ചൂട് സമയത്ത് നല്ല തണുപ്പോട് കഴിക്കാനും പറ്റും. അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങളുടെ ഐഡിയ. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഇതേ വലിയേട്ടൻ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ഇളനീരിൻ്റെ കാമ്പും വെള്ളവും അതിലേക്ക് പാല്, പഞ്ചസാര, അതുപോലെ ഏലയ്ക്ക. ബൂസ്റ്റ് ഉള്ളപ്പോൾ ഞങ്ങൾ ബൂസ്റ്റ് ഇടാറുണ്ട് കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം ഇവിടെ റെഡിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നല്ല തണുപ്പുമുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം ഹെൽത്തി ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കെമിക്കലുണ്ടോയെന്നൊന്നും അറിയത്തില്ല, എന്നാലും നമ്മളെങ്ങനെയൊക്കെയല്ലേ കഴിക്കുന്നത്. അങ്ങനെ വീട്ടിൽ പെട്ടെന്ന് തന്നെ അതും വലിയേട്ടൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ പണിത്തിരക്കിൻ്റെ ഇടയ്ക്ക് നല്ല ഒരു അടിപൊളി ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കപ്പയൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പയും മീൻകറിയൊക്കെ അടുപ്പയിൽ വെക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ തീയൊക്കെ കത്തിച്ച് ഞാൻ കപ്പ കൊണ്ടുവന്ന് അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. അപ്പം കപ്പയൊക്കെ വേവിച്ചെടുത്തു. അങ്ങനെ ഞായറാഴ്ച കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഞായറാഴ്ച ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് കൂടെ ഇരുന്നു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ അതേ കപ്പയും മീൻകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ കാണണമെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്കിലല്ലേ നമുക്ക് വീണ്ടും ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. എല്ലാ ഞായറാഴ്ച ഇങ്ങനെയൊന്നുമില്ല, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇടയ്ക്കുള്ള ഞായറാഴ്ചകളിൽ നമ്മുടെ ഒരു ദിവസം എല്ലാവരോടും കൂടിയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ വൈകുന്നേരം ചിലപ്പോൾ പുറത്ത് പോകാറുണ്ട് കുട്ടികളെയും കൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.